കേരള വിഷൻ ന്യൂസ് സംഘടിപ്പിച്ച ബഡ്ജറ്റ് ഇൻസൈറ്റ് പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖർ ഫ്രഷ് ടു ഹോം സഹസ്ഥാപകൻ മാത്യു ജോസഫ്, ദോഹ ബാങ്ക് അസോസിയേറ്റ് ഡയറക്ടർ ജോസ്റ്റി പാമ്പിക്കൽ, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് തുടങ്ങിയവർ 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ് ചർച്ച നയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അറിവും എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട പ്രായോഗികമായിട്ടുള്ള അറിവും എന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനിക്ക് പറഞ്ഞു തരാനിരിക്കെ എനിക്ക് സവിശേഷമായിട്ട് വിജ്ഞാനം പത്രം വായിച്ചോ മറ്റോ നേടേണ്ടതില്ല. എന്റെ സാമ്പത്തിക സ്ഥിതിയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിച്ചുകൊള്ളും എന്ന് ഒരുപക്ഷെ നാം വിചാരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സമയത്താണ് ഈ ബജറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങളും അത്തരത്തിൽ താൽക്കാലികമായ കയ്യടി കിട്ടുന്ന ഒരു ബജറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചാൽ പോലും അതിനകത്ത് ഒരു വഞ്ചന ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ളവരാണ് എന്ന് ഭരണകൂടത്തിന് അറിയാവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കി തരാൻ കഴിയുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആദായനികുതിയിൽ ഒതുങ്ങിപ്പോയെന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഫ്രഷ് ടു ഹോം സഹസ്ഥാപകൻ മാത്യു ജോസഫിന്റെ അഭിപ്രായം. വയനാടിനെയും വിഴിഞ്ഞത്തെയും അവഗണിച്ചതിൽ മലയാളി എന്ന നിലയിൽ രോഷവും ദുഃഖവുമുണ്ട്. പക്ഷേ പൂർണ്ണമായും കേരളത്തെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചു എന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിൽ ഞാനും വിഴിഞ്ഞത്തെയും വയനാടിനെയും അവഗണിച്ചതിൽ ഒരു മലയാളി എന്ന നിലയിൽ എനിക്കും രോഷവും ദുഃഖവുമുണ്ട് എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷെ എന്ന് വെച്ച് ഈ ബഡ്ജറ്റ് മുഴുവൻ കേരളത്തിനൊന്നുമില്ലാത്തതായിപ്പോയി എന്ന വാഗ്ദാനമല്ല അന്നത്തെ. അങ്ങനെയുള്ള ഒരു സംഭാഷണം മുഴുവനായി അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ബജറ്റ് എന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന അഭിപ്രായമാണ് ദോഹ ബാങ്ക് അസോസിയേറ്റ് ഡയറക്ടർ ജോസ്റ്റി പാമ്പിക്കൽ ഉന്നയിച്ചത്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള അടിസ്ഥാനപരമായ പാളിച്ച ബജറ്റിനെയും സ്വാധീനിക്കും എന്നുള്ളത് കേന്ദ്ര ബജറ്റിൽ പ്രകടമായെന്നും അദ്ദേഹം പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് നമുക്ക് പറയാം വരും വർഷത്തേക്കുള്ള വരവ് ചെലവുകളുടെ കണക്കാണ് എന്ന് സാങ്കേതികമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ബഡ്ജറ്റ് അതല്ല. ബഡ്ജറ്റ് ഒന്നാമത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് 1991 സ്റ്റേറ്റ് ബഡ്ജറ്റ് അത്രമാത്രം ഇന്ന് നമ്മൾ ഓർത്തിരിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിക്കുകയും ചെയ്തത് 1991 ബഡ്ജറ്റാണ്. അപ്പോൾ ബഡ്ജറ്റ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള അടിസ്ഥാനപരമായ പാളിച്ച നമ്മുടെ ബഡ്ജറ്റിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് ഈ വർഷം വിഭവം പങ്കുവെച്ചപ്പോഴും നമ്മൾ കണ്ടത്. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനം സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ചർച്ചയിൽ ഉയർത്തി. കേരളത്തിന് ബജറ്റിലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മേരി ജോർജ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ അവഗണിക്കാമെന്ന് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ കാണാമെന്നും മേരി ജോർജ് വിമർശിച്ചു. ഇപ്പൊ ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ പേര് പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ്? എനിക്ക് ഈ വാഗ്വാദം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുക. ബീഹാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത് തെറ്റാണെന്ന് നാം പറയണം. ബീഹാറിന്റെ പേര് പറഞ്ഞത് അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി അവർക്ക് വാരി കോരി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നഖശികാന്തം എതിർക്കണം. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ് ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.